ഹലോ, ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ? ഒരു വീഡിയോ കണ്ട്. എന്താണെന്ന് വെച്ചാൽ 6 വർഷം പ്രണയിച്ചിട്ട് ചെക്കൻ കല്യാണം കഴിച്ച പിറ്റന്ന മുതൽ ചെക്കൻ്റെ അമ്മ പറയാണ്, ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ മകനെ പഠിപ്പിച്ച് എൻജിനീയറാക്കിയത്. അവനിഷ്ടമുള്ള ഒരു പെൺകുട്ടീനെ അവൻ കല്യാണം കഴിച്ചു. ഈ ഒരു വാക്ക് എന്നും സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു മാസത്തോളം ഇങ്ങനെ ഇന്നും നേരമെടുത്ത് രാവിലെ എനിക്ക് വന്ന ഇതത്ര കേൾക്കുന്നത്. പെൺകുട്ടി ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് പഠിപ്പിച്ച് എൻജിനീയറാക്കിയത്. അവനക്ക് ഇഷ്ടമുള്ളൊരു പെൺകുട്ടീനെ അവൻ കല്യാണം കഴിച്ചു. ഈ ഒരു വാക്ക് ഇങ്ങനെ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നിട്ടോ പറയണം. ഒരു വീഡിയോയിൽ ആ പെൺകുട്ടിയല്ല പറയണത്, ആ പെൺകുട്ടിയുടെ ഭർത്താവും അല്ല പറയണത്, ആരുമില്ലാട്ടോ പറയണത്. പക്ഷെ വേറൊരു ലേഡിയാണ്, ഒരു മേഡാണ് അത് പറയണത്. അപ്പോൾ അങ്ങനെ ഈ പെൺകുട്ടി ഒരു മാസത്തോളം ഇങ്ങനെ കേട്ടിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ അമ്മ എന്താ ഇങ്ങനെ പറയുന്നു, ഇന്നു രാവിലെ ആകുമ്പോൾ ഇതാണല്ലോ പറയണത് എന്ന് പറഞ്ഞപ്പോൾ ഭർത്താവ് പറയാത്ര, പിന്നെ നീ എന്തേ വന്ന് കയറുമ്പോഴത്തേന് എൻ്റെ അമ്മേനെ കുറ്റം പറയാണോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അത് ആ പെൺകുട്ടിക്ക് വല്ലാതെ ഫീലിംഗ് ആയി. അപ്പോൾ 6 വർഷം പ്രണയിച്ചിട്ട് കല്യാണം കഴിക്കുന്ന വരെ ഇല്ലാത്ത ഒരമ്മ സ്നേഹമാണ് കല്യാണം കഴിച്ചപ്പോൾ ഉണ്ടായതെന്നാണ് ആ മേഡം പറയുന്നത്. അമ്മ സ്നേഹം എല്ലാവരും അങ്ങനെയാണ്. കുറേയൊക്കെ ആൺപിള്ളേർ അങ്ങനെ ആണെന്നാണ്, കുറേ പേര് അങ്ങനെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. കല്യാണം കഴിക്കുന്ന വരെ അമ്മ പോയി പണി നോക്ക്, അമ്മയുടെ കാര്യം നോക്ക്, എൻ്റെ കാര്യം നോക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചവിട്ടി മെതിച്ച് നടക്കുന്ന ആൺകുട്ടികൾക്ക് കല്യാണം കഴിഞ്ഞ പിന്നെ ഒരു അമ്മ സ്നേഹം വരും എന്നാണ്. അപ്പോൾ ഒരു മാസമായിട്ട്, ഈ 6 വർഷമായിട്ട് പ്രേമിച്ച് കല്യാണം കഴിച്ച് ഒരു മാസമായപ്പോൾ പെൺകുട്ടി ഇട്ടിട്ട് പോയി എന്നാണ് പറയണത്. അപ്പോൾ അമ്മ സ്ത്രീധനം കൊടുന്നില്ല, അല്ലെങ്കിൽ സൗന്ദര്യത്തിൽ ഇല്ല, അങ്ങനെ എന്നല്ല പറയണത്, ഇതാണ് പറയുന്നത്. അതായത് അമ്മ, ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ മകനെ പഠിപ്പിച്ച് എൻജിനീയറാക്കിയത്, അവന് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടീനെ അവൻ കൊണ്ടുവന്ന്, അങ്ങനെ മാത്രമേ പറയുന്നുള്ളൂ എന്ന് പറയണം. അപ്പോൾ ഈ 6 വർഷം പ്രേമിക്കുമ്പോൾ മനസ്സിലാക്കിയില്ലേ, ഒരാളെ മനസ്സിലാക്കാൻ പറ്റിയില്ലേ എന്ന്, പരസ്പരം മനസ്സിലാക്കിയില്ല എന്നാണ് പറയുന്നത്. പിന്നെ മാത്രമല്ല, ആ ഒരു അമ്മ, നീ എൻ്റെ അമ്മേനെ ഭരിക്കുകയാണോ അല്ലെങ്കിൽ എൻ്റെ അമ്മേനെ കുറ്റം പറയുകയാണോ എന്ന് പറഞ്ഞ ആ നാവുകൊണ്ട് അത് സാരമില്ലേ, വിട്ടുകളെ, അമ്മയല്ലേ, അങ്ങനത്തെ എന്തെങ്കിലും ഒരു 2 വാക്ക് സമാധാനമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ബന്ധം എന്നും തുടർന്നു പോയേനെ. അപ്പോൾ പിന്നെ അതാണ് എല്ലാവർക്കും വരുന്ന പ്രശ്നങ്ങളെന്നാണ് ആ മേഡം പറയുന്നത് കേട്ടോ. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത് പറയാൻ വരികയാണ് ഞാൻ. ഒരാൾ കല്യാണം, അറേഞ്ച് മാരേജ്, ലവ് മാരേജ് എന്നല്ല, അറേഞ്ച് മാരേജ് എന്നാണ്. പിന്നെ വീട്ടുകാരെ കൂടി ആലോചിച്ച് വെച്ച കല്യാണം തന്നെയാണ്. പക്ഷെ കല്യാണം കഴിക്കാൻ ഇയാൾ, ആ പെൺകുട്ടി വന്നവർക്കൊന്നും ഇഷ്ടമായിട്ടില്ല, പെണ്ണിനെ ആർക്കും ഇഷ്ടമായില്ല, വന്ന ചെക്കൻ്റെ ആൾക്കാർക്കൊന്നും ഇഷ്ടമായില്ല. അപ്പോൾ ഇഷ്ടമാവാതിരുന്നത് എന്താ വെച്ചാൽ ആ പെണ്ണൊരു ജോലി ഉണ്ടായിരുന്നു, ആ ജോലിയാണ് ഇഷ്ടപ്പെടാതിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ജോലിക്ക് പോണ ആളാണ് ബാഗ്, അന്നൊക്കെ വാനിറ്റി ബാഗ് എന്ന് പറയും, വാനിറ്റി ബാഗ് തൂക്കി പോണ ആളാണ്, അതുകൊണ്ട് അത് വേണ്ട എന്നുള്ള അഭിപ്രായം ഉണ്ടായത് ചെക്കൻ്റെ വീട്ടുകാർക്ക്. അപ്പം ചെക്കൻ പറഞ്ഞ എന്താ വെച്ചാൽ, വെളുത്ത പെൺകുട്ടിയാണ്, പിന്നെ
പഠിപ്പുള്ള പെൺകുട്ടിയാണെന്നും വെളുത്ത പെൺകുട്ടിയാണെന്നും പഠിപ്പുള്ള പെൺകുട്ടിയാണെന്നും പഠിപ്പ് എന്ന് പറഞ്ഞാൽ 7ാം ക്ലാസ് പഠിപ്പ് ആ പെൺകുട്ടിക്കുള്ളൂ. പക്ഷെ ഈ കെട്ടാൻ വന്ന ആള് ചെക്കൻ സ്കൂൾ കണ്ടിട്ടേ ഇല്ല. അപ്പം ആ നിലക്ക് ചെക്കൻ സ്കൂൾ കാണാത്ത സ്ഥിതിക്ക് ഈ 7ാം ക്ലാസ് പഠിപ്പ് ആൾക്കൊരു വലിയ പഠിപ്പായിട്ടാണ് തോന്നിയത്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അതെന്നെ മതി എന്നും പറഞ്ഞിട്ട് കല്യാണം കഴിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ആ മാഡം പറഞ്ഞ പോലെ തന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് നോക്കിയപ്പോൾ പിന്നെ അവർക്ക് ആ ഇറിറ്റേഷൻ ഉണ്ട്. അതായത് അവർക്ക് ഇഷ്ടമില്ലാണ്ട് കഴിച്ചെന്ന് ഉള്ള ആ ഇറിറ്റേഷൻ അവർക്കുണ്ട്. പക്ഷെ കല്യാണം കഴിഞ്ഞ ആ മണിക്കൂറിന് ആ പെൺകുട്ടിയുടെ നിക്കാഹ് കഴിഞ്ഞിട്ട് ഒരു 3 കിലോമീറ്റർ ദൂരമുള്ളൂ. ഒരു 3 കിലോമീറ്റർ കഷ്ടിച്ച് ദൂരമുള്ളൂ ചെക്കൻ്റെ വീട്. അവിടേക്ക് എത്തുമ്പോഴത്തേനും ചെക്കൻ്റെ സ്വഭാവം മാറി എന്നുള്ളതാണ് കാര്യം. ചെക്കൻ എന്ത് ചെയ്തെന്നറിയോ? പെണ്ണിനോടെ പന്തല് കൊണ്ടിരുത്തിയിട്ട് ചെക്കനും ചെക്കൻ്റെ ഉമ്മ, പെങ്ങന്മാർ, അളിയന്മാർ, പിന്നെ ബാക്കി ഉള്ള റിലേറ്റീവ്സ് എല്ലാവരും കൂടിയിട്ട് അപ്പുറത്തെ പെരയിൽ, ഇവരെ വീടിൻ്റെ തൊട്ട പെരയിൽ വീടിൻ്റെ ബാക്ക് വശത്ത് ഇരുന്നിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പെൺകുട്ടീനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. കുറ്റം പറഞ്ഞിട്ട് അവസാനിക്കുന്നില്ല. അപ്പോൾ ഈ പെണ്ണിൻ്റെ കൂടെ വന്ന ആൾക്കാർ അവർക്ക് ഫുഡൊക്കെ അവിടെ ആരാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരതൊക്കെ കഴിച്ച് വന്നിട്ട് ഈ പെണ്ണിനെ തിരിച്ചു കൊണ്ടുപോകണ്ടേ? പെണ്ണ് തിരിച്ചു കൊണ്ടുപോകണമെങ്കിൽ പെണ്ണിട്ട് വന്ന ഡ്രസ്സ് മാറ്റി കൊടുത്താലാണ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ചെക്കനും കൂടെ വരണ്ടേ? പക്ഷെ ഇവർ വിടണില്ല. ഇയാൾ വരുന്നുമില്ല. ഇയാള് അവിടെ നിൽക്കാണ്. അവിടെ നിന്ന് ഇവർ ഭയങ്കര കുശൂഷ. ഒരു 10-25 പേര് ചുറ്റി വളഞ്ഞ് നിന്നിട്ട് ഭയങ്കര കുറ്റം പറച്ചിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് പെണ്ണിൻ്റെ കൂടെ വന്ന ആൾക്കാർ വയലൻ്റായി. നിങ്ങൾ എന്തുകൊണ്ടാണ് ചെക്കനെ അവിടെ വിളിച്ചുകൊണ്ട് എടുത്തിട്ട് പിന്നെ കുശുകുശിപ്പോൾ പറയുന്നത്? നിങ്ങൾ ചെക്കനെ പെണ്ണിനെ ഇറക്കി വിട്, ഞങ്ങൾക്ക് കൊണ്ടുപോകണ്ടേ, ഞങ്ങൾക്ക് പോവണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ കിടന്നിട്ട് പെണ്ണിൻ്റെ കൂടെ വന്നവർ ബഹളം വെക്കും. അപ്പോൾ ഇവരിങ്ങോട്ട് വന്നിട്ട് അടുത്ത അവരുടെ കുടുംബത്തിലെ 2 പെണ്ണുങ്ങൾ, പെൺകുട്ടികൾ വന്നിട്ട്, കല്യാണം കഴിക്കാത്ത പെൺകുട്ടികളാണ്, അവർ വന്നിട്ട് ഈ പെണ്ണിനെ കൊണ്ടുപോയി ഡ്രസ്സ് മാറ്റി കൊടുത്ത് പന്തലിറക്കി. ഡ്രസ്സ് മാറ്റുമ്പോഴത്തേനും ഇവിടെ ഭയങ്കര അടി. ഈ പെൺകുട്ടിനെ കൊണ്ടുപോയി റൂമിൽ കൊണ്ടുപോയി ഇട്ട് വന്ന ഡ്രസ്സ് മാറ്റി വേറെ ഡ്രസ്സ് ഇടുമ്പോഴത്തേനും ഇവിടെ വന്നവരും അവിടെ ഉള്ളവരും കൂടി ഭയങ്കര അടി. എന്താ സംഭവം എന്തായിരുന്നു വെച്ചാൽ പണ്ടം കുറഞ്ഞ് എന്നാണ് കേസ്. ചെക്കനും ഈ പെണ്ണിനെ കെട്ടിയ ചെക്കനും അതിനൊപ്പം എന്തുകൊണ്ട് പണ്ടം കുറഞ്ഞ്? പറഞ്ഞ പണ്ടമില്ലല്ലോ. പിന്നെ നിങ്ങളുടെ മോളെ നിങ്ങൾ എന്നെ കൊണ്ടുപോയിക്കോളെ, ഞാൻ വരില്ല, അവിടെ തന്നെ നിന്നോട്ടെ. പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് ഈ പെണ്ണിൻ്റെ കൂടെ വന്ന ആൾക്കാരും അവിടെ ഉള്ള ആൾക്കാർ ഈ ചെക്കനും കൂടിയിട്ട് ഭയങ്കര അടി. പെണ്ണ് ഡ്രസ്സ് മാറി പുറത്ത് നോക്കുമ്പോൾ ഭയങ്കര വഴക്ക് നടക്കണം. അടിക്കണില്ല എന്നുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്കാണ് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ പെണ്ണിൻ്റെ കൂടെ വന്നവരാണെങ്കിൽ അത്ര അടുത്ത ബന്ധുക്കളൊന്നല്ല വന്നിക്കണത്, അയൽക്കാരും നാട്ടുകാരൊക്കെയാണ് കൂടെ വന്നിക്കണത്. അപ്പോൾ അടുത്ത ബന്ധു എന്ന് പറഞ്ഞിട്ട് വന്നത് ഒരു ചെറിയ പെൺകുട്ടിയാണ് വന്നിക്കുന്നത്. ഈ പെണ്ണിൻ്റെ ഒരു അനിയത്തിക്കുട്ടിയാണ് മാത്രം വന്നിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ കാര്യമായിട്ട് ആരും വന്നിട്ടില്ല, ആണുങ്ങളാരും വന്നിട്ടില്ല. അപ്പോൾ ഇവർ തമ്മിൽ ഈ വന്ന പെണ്ണുങ്ങൾ അപ്പോൾ അവർക്കിപ്പോൾ ഇതിൽ ഉത്തരവാദിത്വമൊന്നും ഇല്ലല്ലോ. ഈ കൂടെ വന്ന അയൽക്കാരല്ലേ. അല്ലെങ്കിൽ പിന്നെ ഈ ഒരു ചെറിയ പെൺകുട്ടി എന്താ പറയണം? എന്നാലും ആ പെൺകുട്ടി പറഞ്ഞ് നിങ്ങളിപ്പോൾ അളിയനും ഇങ്ങോട്ട് വിട്, ഞങ്ങൾ ഒരു 5-6 മാസത്തിൻ്റെ ഉള്ളിൽ ബാക്കിയുള്ളത് തന്നോളാന്ന് പറഞ്ഞ്, ഈ 18 വയസ്സായ പെൺകുട്ടി പറഞ്ഞിട്ട് അപ്പത്തിനും വന്നതിലൊരു ഇത്തിരി കാരണവന്മാരുണ്ടായിരുന്നു. കാരണവരല്ല, ഒത്തിരി പ്രായമായ സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, നിങ്ങളിപ്പോൾ ഈ കല്യാണം വന്നിട്ട് വെച്ച് ബഹളം വെക്കണത് ശരിയല്ല, നിങ്ങൾ പെണ്ണിനും ചെക്കനും ഇങ്ങോട്ട് വിട്. പിന്നെ അപ്പോഴും ചെക്കൻ പറയണത് പെണ്ണിനും നിങ്ങൾ ഉണ്ടായിക്കോളെ, അവിടെ തന്നെ നിന്നോട്ടെ, പണ്ടം ഉണ്ടാകുമ്പോൾ വന്നാൽ മതി.
പണ്ടുണ്ടാകുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കല്യാണം കഴിക്കാൻ കാട്ടിയ പിന്നെ ശുഷ്കാന്തി കല്യാണം കഴിഞ്ഞപ്പോൾ ഇല്ല. അപ്പോൾ വെളുത്ത പെണ്ണാണ്, പഠിപ്പുള്ള പെണ്ണാണ്, അതെല്ലാം മതി പറഞ്ഞിട്ട് കുടുംബക്കാരനൊക്കെ ഈ പറയണ ഇത്രയും പിന്നെ ഒട്ടണ കുടുംബക്കാരനെയും പെങ്ങന്മാരനെയും ഉമ്മാനെയും വാപ്പാനൊക്കെ ധിക്കരിച്ചിട്ട് അത് അപ്പം തന്നെ അതാ വേണ്ടാന്ന് വെച്ചാൽ ആ കാര്യം കഴിഞ്ഞു. ആ പെൺകുട്ടിനെ വേറെ ആരെങ്കിലും കൊണ്ടുപോയിക്കോളും, അല്ലെങ്കിൽ അവരവർക്ക് ഇഷ്ടമുള്ള പോലെ വേറെ കെട്ട്, എല്ലാവർക്കും കുടുംബക്കാർക്ക് ഇഷ്ടപ്പെട്ട് വേറെ കെട്ടാം. പക്ഷെ അത് എന്നിട്ട് അതല്ലെങ്കിൽ ഈ ആൾക്ക് പറയാം എന്തായാലും ഇനിയിപ്പോൾ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ എന്നൊക്കെ നോക്കട്ടെ, ഇന്നിപ്പോൾ ഒരു നല്ല ദിവസമായിട്ട് ബഹളം വെക്കാൻ നിൽക്കണ്ട അങ്ങനെയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നമില്ല. പക്ഷെ ആ പ്രശ്നം പിന്നീട് എന്തൊക്കെ ആ അന്നത്തെ ആ ഒരു വിഷയം പിന്നീട് ജീവിതത്തിൽ എന്തൊക്കെ ആളുടെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടായിന്ന് പിന്നെ ഇവിടെ പറയാൻ കൊള്ളൂല. അങ്ങനത്തെ കാര്യങ്ങളാണ് ഉണ്ടായത്. അപ്പം അങ്ങനെ ആ റീൽസ് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ എന്ന് പറഞ്ഞതാട്ടാ. അപ്പോൾ ചില ആൾക്കാരങ്ങനെ കല്യാണം കഴിക്കുന്നവരെ മാതാപിതാക്കളെ ധിക്കരിച്ച് ചവിട്ടിക്കുത്തിയൊക്കെ പോലെ ഇഷ്ടമുള്ള പെണ്ണിനെ, ഏതെങ്കിലും ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട പിന്നെ അതെന്നെ മതി എന്നും പറഞ്ഞിട്ട് കെട്ടി കഴിഞ്ഞാൽ പിന്നെ സ്വഭാവം മാറും. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ അന്ന് അവൻ എന്താ പറയണെന്ന് വെച്ചാൽ ഇന്നത്തെ ബുദ്ധി അന്നുണ്ടെങ്കിൽ ആ ഭർത്താവും വേണ്ട കോപ്പും വേണ്ട എന്ന് വിചാരിച്ചിട്ട് അന്ന് ചവിട്ടി ഇറങ്ങി പോന്നിരുന്നു. പക്ഷെ അന്നത്തെ ബുദ്ധി അന്ന് ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഇത്രയും കാലങ്ങൾ പിന്നിടേണ്ടി വന്നത്, ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നത് എന്നൊക്കെ എപ്പോഴും പറയും കേട്ടോ. അപ്പോൾ അതാണ് കാര്യങ്ങൾ. ആ മേഡം പറഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ ഓർമ്മ വന്നാണ് ഈ ഒരു കാര്യം. അപ്പോൾ ഓക്കെ, എന്നാൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്.